Hi friends, welcome to my channel Clock Speed. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ കാറ്റഗറിയിൽ വരുന്ന 5408 എന്ന ലാപ്ടോപ്പാണ്. ഇതൊരു 14 ഇഞ്ച് ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രേ കളർ മെറ്റാലിക് ബോഡിയാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ തന്നെ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈനാണ് ഡെല്ലിൻ്റെ. 4 സൈഡ് നാരോ ബിസൽ എഡ്ജാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കീബോർഡിന് ന്യൂമറിക് കീ ഇല്ല, പക്ഷേ ബാക്ക്ലിറ്റോട് കൂടിയ കീബോർഡാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. പിന്നെ പവർ ബട്ടണിൽ തന്നെ നമുക്ക് ഫിംഗർപ്രിൻറ്റ് റീഡറും അവൈലബിൾ ആണ്. അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ Core i5 10th Gen പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു HD ക്യാമറ തന്നെയാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. പിന്നെ മൾട്ടി ഗസ്റ്റർ അവൈലബിൾ ആയ ഒരു ടച്ച് പാഡ് നമുക്ക് ഈ ലാപ്ടോപ്പിലുണ്ട്. എർഗോ ലിഫ്റ്റ് ഹിഞ്ചാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറകിൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ ലഭിക്കുന്നു. പിന്നെ ടൈപ്പ് സി സപ്പോർട്ട്, ഡെൽ മൊബൈൽ കണക്ടിവിറ്റി, ഡെൽ സിനിമാസ് കളർ അഡ്ജസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് നമുക്ക് കമ്പനി പറയുന്നത് 8 hours ആണ്. നമുക്കൊരു 4 to 5 ഒക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ വർക്കിനെ അപേക്ഷിച്ചാണ്, ഓരോ വർക്കിനെ അപേക്ഷിച്ചാണ് ബാറ്ററി ബാക്കപ്പ്. ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു SD കാർഡ് സ്ലോട്ടും പിന്നെ ഒരു USB പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കുമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ അഡാപ്റ്റർ, HDMI, USB പിന്നെ ടൈപ്പ് സി സപ്പോർട്ടും വരുന്നുണ്ട്. 512 GB SSD ആണ് ഈ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് വരുന്നത്. Intel i5 10th Gen 1035G1 CPU ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 1 GHz 3.6 GHz ആണ്. കോർ പ്രോസസ്സറും 6 MB ക്യാഷ് മെമ്മറിയാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. മെമ്മറി വരുന്നത് 8 GB ആണ്. അത് നമ്മൾ സിംഗിൾ സ്ലോട്ടിലാണ് വരുന്നത്. നമുക്കൊരു സ്ലോട്ട് കൂടി ഉണ്ട്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. റാം ഗ്രാഫിക്സ് വരുന്നത് NVIDIA GeForce MX330 ആണ് വരുന്നത്. കൂടാതെ ഇൻ്റലിൻ്റെ UHD ഗ്രാഫിക്സും ഇതിൽ അവൈലബിൾ ആണ്. മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർണൽ മെമ്മറി 512 GB SSD ആണ് വരുന്നത്. കൂടാതെ ഇൻ്റലിൻ്റെ UHD ഗ്രാഫിക്സ് ഉണ്ട്. നല്ലൊരു ഗ്രാഫിക്സ് പെർഫോമൻസ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഗെയിമിങ്ങിനൊന്നല്ല, അത്യാവശ്യം നമുക്ക് ഡിസൈനിങ്, ഓട്ടോകാഡ് 3ds Max അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് ഒറിജിനൽ വിൻഡോസും പ്ലസ് ഒറിജിനൽ MS ഓഫീസും ഇതിൽ അവൈലബിൾ ആണ്. ഈ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ വരുന്നത് താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ലഭിക്കും. കൂടാതെ ഈ ലാപ്ടോപ്പിൽ ഫുൾ HD IPS ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.